എന്താ നമ്മൾ കേട്ടത്? എന്താണ് ദൈവത്തിന്റെ കെട്ടിടം? ഈ ദൈവത്തിന്റെ കെട്ടിടം എന്താണെന്നാ കേട്ടത്? ആദ്യം ബ്രദർ റെഫർ ചെയ്ത വാക്യം ഏതായിരുന്നു? 1 കൊരിന്ത്യർ, നമുക്ക് എടുക്കാം. 1 കൊരിന്ത്യർ 3:9 വാക്യം ബ്രദർ ആദ്യം എടുത്തേ. എന്താ അവിടെ പറയുന്നേ? ആരാണ് ദൈവത്തിന്റെ കെട്ടിടം? ഇവിടെ നമ്മൾ ഇഷ്ടികയൊക്കെ കൊണ്ട് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കെട്ടിടം ദൈവം നമുക്കായിട്ട് കൂടി വരാൻ ദൈവം നമുക്ക് സഹായിച്ചു. അത് വലിയ നമുക്ക് ദൈവം ഒത്തിരി നാളായിട്ട് സഹോദരങ്ങളുടെ, അനേക സഹോദരങ്ങളുടെ, ഇവിടെ ഉള്ളതും അനേക വിദേശങ്ങളിലുള്ളൊക്കെയുള്ള ഒരുപാട് സഹോദരങ്ങളുടെ പ്രാർത്ഥനയുടെയും എല്ലാം ഫലമായിട്ട് ദൈവം ഇത്ര മനോഹരമായിട്ടുള്ളൊരു ഒരു ചേർച്ച് ബിൽഡിംഗ്, സഭാ കെട്ടിടം നമുക്ക് ദൈവം തന്നിരിക്കുന്നു. അത് ദൈവത്തിന്റെ വലിയ ദാനം. കർത്താവിന് നമ്മൾ സ്വീകരിച്ചത്, കർത്താവിന് തന്നെ ഇപ്പൊ ഡെഡിക്കേറ്റ് ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ കെട്ടിടം ആരാണ്? അതാ നമ്മളിവിടെ 1 കൊരിന്ത്യർ 3:9 വാക്യത്തിൽ നമ്മൾ വായിച്ചേ. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുക. എന്നിട്ട് നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. ഗൃഹനിർമ്മാണം എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു വാക്കായി പോയെന്ന് തോന്നുന്നു മലയാളി സത്യവേദ പുസ്തകത്തില്. യു ആർ ഗോഡ്സ് ബിൽഡിംഗ്. നിങ്ങളാണ് ദൈവത്തിന്റെ കെട്ടിടം. അതാ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയുന്നത് വ്യക്തമാണല്ലോ അല്ലെ? ചില എക്കോയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും നിങ്ങൾക്ക് അവിടെ വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഈ കെട്ടിടം നമുക്ക് സഭാ കെട്ടിടം, സഭയുടെ കെട്ടിടം. എന്നാൽ ദൈവത്തിന്റെ കെട്ടിടം ഏതാന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് യു ആർ ഗോഡ്സ് ബിൽഡിംഗ്. നമ്മളാണ് ദൈവത്തിന്റെ കെട്ടിടം. എത്ര വലിയൊരു സത്യമാണ്. നമ്മളാണ് ദൈവത്തിന്റെ കെട്ടിടം. ആ കെട്ടിടത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. തൊട്ട് താഴെ 11 വാക്യത്തിൽ എന്താ അടിസ്ഥാനം? ആരാ അടിസ്ഥാനം? യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നും ഇടുവാൻ ആർക്കും കഴിയുകയില്ല. നാം രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്കൊരു അടിസ്ഥാനം ദൈവം ഇട്ടു. രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മളെ പാപികളാണെന്ന് ഇപ്പൊ ഇവിടെ പുതുതായിട്ട് വന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ എന്താ, നമ്മൾക്ക് ദൈവത്തിന്റെ കെട്ടിടമായി തീരണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ കെട്ടിടത്തിന്റെ ഉള്ളിൽ വന്നുകൊണ്ട് ദൈവത്തിന്റെ കെട്ടിടമായി തീരത്തില്ല. മറിച്ച് യേശുക്രിസ്തുവിലേക്ക് നിങ്ങൾ എല്ലാവരും വരണം. എങ്ങനെ വരാനൊക്കെ ഉള്ളൂ? യേശുക്രിസ്തു ആർക്ക് വേണ്ടിയാ മരിച്ചേ? ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടിയോ ഹിന്ദുക്കൾക്ക് വേണ്ടിയോ അല്ല, മറിച്ച് ആർക്കാ വേണ്ടിയാ? പാപികൾക്ക് വേണ്ടിയാണ് യേശുക്രിസ്തു മരിച്ചേ. നിങ്ങൾക്ക് മിക്കവർക്കും തന്നെ അറിയാം, ഞാനൊക്കെ ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്ന ആളാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പലരും പല ക്രിസ്തീയ സമുദായത്തിൽ നിന്നും ഹൈന്ദവ സമുദായത്തിൽ നിന്നും ഒക്കെ വിശ്വാസത്തിലേക്ക്, ഈ ഒരു കർത്താവിലേക്ക് വന്നവരെന്ന പാപിയാണ് കർത്താവി, ഞാന് നഷ്ടപ്പെട്ട ഒരു പാപിയാണ്, നിത്യ നരകത്തിന് മാത്രം യോഗ്യനായിട്ടുള്ള ഒരു പാപിയാണെന്ന് പറഞ്ഞ് നാം കർത്താവിന്റെ മുമ്പാകെ, കർത്താവിലേക്ക് നമ്മൾ നിസ്സഹായതയോടെ ആ കാൽവരി കുരിശിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു സൗഖ്യം വരും. മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ, മരുഭൂമിയിൽ അന്ന് ഇസ്രായേൽ മക്കളെ പാമ്പുകടിയേറ്റ് മരിക്കുമായിരുന്നു. അപ്പം അവിടെ ഒരു പിച്ചള സർപ്പത്തെ ഉയർത്തി. ആ പിച്ചള സർപ്പത്തിലേക്ക് വിശ്വാസത്തോടെ നോക്കുന്നവരെല്ലാം സൗഖ്യം പ്രാപിച്ചു. ഇന്ന് ആ പിച്ചള സർപ്പം ആരാണെന്നാണ് കർത്താവ് യോഹന്നാൻ 3 നിക്കോദെമോസിനോട് പറഞ്ഞേ. കർത്താവ് തന്നെയാണ് കാൽവരി കുരിശിൽ ഉയർത്തപ്പെട്ട ആ പിച്ചള സർപ്പം. ഇന്ന് യേശുവിലേക്ക് നമ്മൾ നോക്കിയാൽ മതി, കർത്താവിലേക്ക് നോക്കുക. രക്ഷയ്ക്കായിട്ട് മനുഷ്യരുടെ ഇടയിൽ ഭൂമിക്ക് മീതെ, ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ രക്ഷയ്ക്കായിട്ട് വേറൊരു നാമവും ഇല്ല, യേശുക്രിസ്തുവിന്റെ നാമമേ ഉള്ളൂ. അതാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 4:12 വാക്യത്തിൽ വായിക്കുന്നത്. അപ്പം യേശുവിലേക്ക് നമ്മള്, കർത്താവെ ഞാനൊരു പാപിയാണ്, കർത്താവെ ഞാൻ നിത്യമായിട്ടുള്ള നരകശിക്ഷയ്ക്ക് മാത്രം യോഗ്യതയുള്ള പാപിയാണ്, എന്റെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും ഒക്കെ ഞാൻ തെറ്റിപ്പോയിട്ടുണ്ട്, ഞാനൊരു പാപിയാണെന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ആ കാൽവരി കുരിശിലേക്ക് നമുക്ക് വേണ്ടി കർത്താവ് നൊന്തലിറ കരഞ്ഞ് നൊന്തും നീറിയും പിടഞ്ഞും ഒക്കെ മരിച്ച് ആ കാൽവരി കുരിശിലേക്ക് നമ്മള് വിശ്വാസത്തോടെ അടുത്ത് ചെന്ന്, കർത്താവെ എനിക്ക് വേണ്ടിയാണ് അവിടുന്ന് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ്, ഇതുവരെ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പാപങ്ങളെല്ലാം കർത്താവിനോട് ഏറ്റുപറഞ്ഞ് നമ്മുടെ ജീവിതത്തെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കർത്താവിലേക്ക് അങ്ങ് സമർപ്പിക്കുക. കർത്താവിന്റെ രക്തത്താൽ നമ്മളുടെ ഹൃദയം കഴുകപ്പെടും. അപ്പോ കർത്താവിന്റെ ജീവൻ നമ്മളുടെ ഉള്ളിലേക്ക് വരും. യേശുവിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നമ്മൾ യേശുവിന്റെ ദൈവത്തിന്റെ ഒരു കെട്ടിടമായി മാറും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആ ഒരു ഉറപ്പോ നിങ്ങൾക്ക് ഉണ്ടോ? നിങ്ങളാണ് ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം, നിങ്ങളാണ് ദൈവത്തിന്റെ കെട്ടിടം. ഞാനും നിങ്ങളുമാണ്. അപ്പൊ അതിന് അടിസ്ഥാനം യേശുക്രിസ്തുവാണ്. എന്നാ ഇപ്പൊ നമ്മള് ഇവിടെ ഇതൊക്കെ ഈ ഹോളൊക്കെ പണിയുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും കണ്ടായിരിക്കും, നമ്മള് ബ്രിക്സും സിമെന്റ് ഇഷ്ടികയും ബ്രിക്സും ഒക്കെ വെച്ച് പണിതപ്പം നല്ല ഇഷ്ടികകൾ നോക്കിയാണ് വെക്കുന്നത്. ഏതെങ്കിലും ഇഷ്ടിക ഈ മേസ്ത്രി വന്ന് തട്ടിയൊക്കെ നോക്കിയിട്ട് ഇഷ്ടിക മോശമാണെന്നുണ്ടെങ്കിൽ അവര് മാറ്റിക്കളയും എന്ന് പറയുന്നതിന്റെ കർത്താവ് ഒരു ആലയമായിട്ട്, നമ്മളുടെ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം കർത്താവിന്റെ കെട്ടിടം, എന്നാൽ സഭയായിട്ടും നമ്മൾ കർത്താവിന്റെ ഒരു കെട്ടിടമായിട്ട്, ഒരു ആത്മീയ ഗൃഹമായിട്ട് പണിയപ്പെടുന്നു എന്നൊക്കെ നമ്മൾ 1 പത്രോസ് 2 വായിക്കുന്നുണ്ട്. അവിടെ എന്ത് ആവശ്യമുണ്ട്? കല്ലുകൾ ആവശ്യമുണ്ട്. പക്ഷെ എങ്ങനെയുള്ള കല്ലുകൾ ആവശ്യമുള്ളത്? 1 പത്രോസിലേക്ക് പോവുകയാണെങ്കിൽ
പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തില് അവിടെ കർത്താവിന് കുറച്ച് കല്ലുകൾ വേണമെന്നാണ് പറയുന്നത്. പക്ഷെ എങ്ങനെയുള്ള കല്ലുകളെ കർത്താവിന് ഉപയോഗിക്കാൻ ഒക്കെയുള്ളൂ? എങ്ങനെയുള്ള കല്ലുകളാ? ജീവനുള്ള കല്ലുകളെ കർത്താവിന് ഉപയോഗിക്കാൻ ഒക്കെയുള്ളൂ. ഈ കെട്ടിടം പണിയാൻ വേണ്ടി ജീവനുള്ള കല്ലുകളായിരുന്നോ? ഒരിടത്ത് സിമെന്റ് കുറച്ച് ഇഷ്ടികളൊക്കെ കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ പറന്ന് ഇഴഞ്ഞു നീങ്ങി പോകുമായിരുന്നോ? ഇല്ല. ജീവനില്ലാത്ത കല്ലുകളുണ്ട് ഈ കെട്ടിടം പണിതത്. എന്നാൽ നമ്മള് സഭയാകുന്ന കെട്ടിടത്തെ ദൈവം പണിയാൻ വേണ്ടി അവിടെ 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിക്കുവാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. വി ആർ ബീയിങ് ബിൽഡ് ടുഗദർ. ദൈവത്തിന്റെ ഒരു പണി നടക്കുവാണ്. ദൈവം കർത്താവിന്റെ വേലക്കാരെ ഉപയോഗിച്ച് ഒരു പണി നടക്കുകയാണ്. സിമെന്റൊക്കെ കുഴച്ച് ചാന്തൊക്കെ ഇട്ട് പുട്ടിയൊക്കെ തേച്ച് പെയിന്റൊക്കെ അടിച്ച് ഇങ്ങനെ ദൈവത്തിന്റെ ഒരു പണി, ദൈവത്തിന്റെ ഒരു ആത്മീയമായിട്ടൊരു പണി നടക്കുകയാണ്. പക്ഷെ അവിടെ എന്ത് കല്ലുകളാണ് വേണ്ടേ? ജീവനുള്ള കല്ലുകൾ വേണം. ആ കല്ലുകള് കർത്താവ് നോക്കുമ്പോൾ നമ്മള് രക്ഷിക്കപ്പെടുമ്പോൾ നമ്മളുടെ യേശുക്രിസ്തുവിന് ജീവൻ വന്നു എന്നാ നമ്മളെന്താ വായിച്ചേ? എങ്ങനെയുള്ള കല്ലുകളായിരിക്കും ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായിട്ട് പണിയാൻ വരുന്നത്? സമൃദ്ധമായ ജീവൻ ഉള്ള കല്ലുകള്. അതായത് ഒരു ശുഷ്കിച്ച ചത്തതിനൊക്കെയുമേ ജീവിച്ചിരിക്കലും യേശുക്രിസ്തുവിനെ പാപം ക്ഷമിച്ചെന്ന് തോന്നുന്നു, കർത്താവിനെ അങ്ങ് എടുക്കുമായിരിക്കും, ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു പൊത്തുവരുത്തും, അങ്ങനെ ഒരു ചത്തതിനൊക്കെയുമേ ജീവിച്ചിരിക്കലോ എന്നുള്ള ഒരു ശുഷ്കിച്ച ഒരു വരണ്ട ഉഷരമായ ഒരു ജീവിതമല്ല, മറിച്ച് സമൃദ്ധമായ ജീവൻ. ഞാൻ നിങ്ങൾക്ക് എന്ത് തരാനാണ് വന്നിരിക്കുന്നത് കർത്താവ് പറഞ്ഞു യോഹന്നാൻ 10:10 ഞാൻ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാക്കുവാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനുമാണ് ഞാൻ വന്നിരിക്കുന്നതെന്നാ യേശുക്രിസ്തു പറഞ്ഞു. ആ സമൃദ്ധമായ ജീവനുള്ള കല്ലുകളായിരിക്കണം നമ്മൾ. ആ സമൃദ്ധമായ ജീവൻ ഉണ്ടാകണമെങ്കിൽ ഏത് വഴിയിലൂടെ പറ്റൂ എന്നുള്ള കാര്യമാണ് നമ്മളിപ്പം വേറെ ഇന്ന് വളരെ വിശദമായിട്ട് നമ്മൾ കേട്ടത്. നമ്മളെ സമൃദ്ധമായ ഒരു ജീവിതം, നമ്മൾ ജീവനുള്ള കല്ലുകളായിരിക്കണം. അവിടെ മൂലക്കല്ലായിട്ട് ആരാ ഉള്ളതെന്നുള്ള കാര്യം അവിടെ പറയുന്നുണ്ട്. തൊട്ട് മുമ്പത്തെ വാക്യം കണ്ടോ? 4-ാമത്തെ വാക്യം 1 പത്രോസ് 2:4 മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട്. യേശുക്രിസ്തു ആണ് ജീവനുള്ള കല്ല്, മൂലക്കല്ലായിട്ട് കർത്താവുണ്ട്. ആ കർത്താവിന്റെ അടുക്കലേക്ക് നമ്മൾ വരുമ്പോഴാണ് നമുക്കും ജീവൻ പ്രാപിക്കാനൊക്കെ ഉള്ളൂ. നിങ്ങൾ തിരുവഴുത്തുകൾ പരിശോധിക്കുന്നു, പക്ഷെ നിങ്ങൾ എൻ്റെ അടുക്ക വരുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ജീവൻ കിട്ടുന്നില്ല, പ്രാപിക്കുന്നില്ല എന്നൊക്കെ യോഹന്നാൻ 5:39 കർത്താവ് പറയുന്നുണ്ട്. നമ്മൾ കർത്താവിലേക്ക് വരിക. നമ്മൾ പലപ്പോഴും നമ്മളുടെ സ്വന്തമായിട്ടുള്ള രീതിയിലുള്ള സ്വന്തമായിട്ടുള്ള ഭാവന അനുസരിച്ച് നമ്മളുടെ സ്വന്തമായിട്ടുള്ള ഒരു ആത്മീയ ജീവിതമാക്കി അങ്ങ് നമ്മളുടെ സ്വന്തം കൽപ്പനയിൽ അങ്ങ് ജീവിക്കുവാണെങ്കിൽ നമുക്ക് കർത്താവിനോട് ചേർന്ന് പണിയാനൊക്കെ ഇല്ല. എന്നാൽ ജീവനുള്ള കല്ലുകളായിട്ട് പണിയപ്പെടണമെങ്കിൽ യേശുവിലേക്ക്, ഈ ജീവനുള്ള കല്ലായിട്ട്, അത് മറ്റുള്ളവരൊക്കെ തള്ളിക്കളഞ്ഞവനായിരുന്നു യേശുക്രിസ്തു. യഹൂദന്മാര് അവർ വലിയൊരു രാജാവായിട്ട് ഒരു മിശിഹയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഇവിടുത്തെ അച്ഛനായിട്ട് അതും നസ്രയത്തില് ഒരു നന്മയോ ഇല്ലെന്ന് പറഞ്ഞ നസ്രയത്തില് വന്ന ഒരു തച്ചനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ പയ്യൻ വന്ന് എന്തൊക്കെയോ ദൈവരാജ്യത്തിന്റെ കാര്യം പറയുന്നു. അവിടുത്തെ വലിയ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഒക്കെ ഇവനാണോ വലിയ മെസ്സിഹ എന്ന് പറഞ്ഞുകൊണ്ട്, ഗലീലക്കാരനാണോ മെസ്സിഹ? ഗലീലയിൽ നിന്ന് വരുന്നവനെ ആരെങ്കിലും, ഗലീല എന്ന് പറഞ്ഞാൽ വടക്കൻ ഇസ്രായേലിൽ നിന്ന് വരുന്നവനാണ്. അവര് യഹൂദിയയിലുള്ള യെരുശലേമിലുള്ള വലിയ മതപണ്ഡിതന്മാരൊക്കെ യേശുവിനെ തള്ളിക്കളഞ്ഞു. നമ്മളും നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ആൾക്കാരൊന്നും അല്ല. നമ്മള് വളരെ സാധാരണപ്പെട്ട ആൾക്കാർ. ഇവരാണോ വലിയ ആത്മീയ മനുഷ്യർ? ഇവിടെ വലിയ ബിഷപ്പുമാരും ആർച്ച് ബിഷപ്പുമാരും വലിയ മുത്തുക്കൊടയും കിരീടവും ചെങ്കോലും ഒക്കെ ആയിട്ടൊക്കെ എത്രയോ വലിയ ആത്മീയ പരിവേഷമുള്ള വലിയ കാര്യങ്ങളൊക്കെ ഇവിടെ വലിയ ആത്മീയ ആൾക്കാരൊക്കെ ഇരിക്കുമ്പോഴാണോ ഈ പാവം പിടിച്ച കുറെ എണ്ണങ്ങൾ ഇവിടെ വന്നിരുന്ന് വലിയ കാര്യങ്ങൾ പറയുന്നവരാണോ ഇവരാണോ ഇത്ര ആത്മീയോ എന്ന് ചിലപ്പം ലോകത്തിനെ കണ്ടില്ല അങ്ങനെ ആൾക്കാർ ചിന്തിക്കുക. കർത്താവിനെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചു. അത് നമ്മൾ അവിടെ വായിക്കുന്നത് 4-ാമത്തെ മനുഷ്യർ തെളിയതാണ് ദൈവസന്നിധിയിൽ. എന്നാൽ അത് ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ. അപ്പൊ ആ സമൃദ്ധമായ ജീവൻ പ്രാപിക്കാനായിട്ട് ജീവൻ വേണമെങ്കിൽ എന്ത് വേണം? മരണം വേണം. മരണം ഉണ്ടെങ്കിൽ ജീവനുള്ളൂ. അതാണ് നമ്മൾ സാങ്ക്വേറിൽ ഇപ്പോൾ 1.25 മണിക്കൂർ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. നമ്മൾ എല്ലാ ആഴ്ചയിലും നമ്മളുടെ സഭകളിലെ എല്ലാ മീറ്റിംഗ്സിലും നമ്മൾ പറയുന്ന ഊന്നി പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ വീണ്ടും വ്യക്തമായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ കേട്ടത് എന്താ? നമ്മളുടെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരോധമായിട്ട് നമ്മളുടെ ഒരു സ്വന്തം ഇഷ്ടമുണ്ട്, ആ സ്വയജീവൻ അത് ശിഷ്യത്വത്തിന് 3 പടിയായിട്ട് വേറെ പറഞ്ഞു. എന്താ? നമ്മളുടെ ബന്ധുമിത്രാദികളോടുള്ള ഒരു മമതയായിരിക്കും, പിന്നെ നമ്മുടെ വസ്തുവകളോടുള്ള ഒരു പറ്റിപ്പിടിത്തമായിരിക്കും, പിന്നെ നമ്മുടെ സ്വയജീവൻ. അത് ആ ഒരു 3 സ്റ്റെപ്സ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്
ശിഷ്യത്വത്തിന്റെ 3 പടികളൊക്കെ ലൂക്കോസ് 14 26, 27, 33 വാക്യങ്ങളിൽ നമ്മൾ കണ്ടു. നമ്മൾ എബ്രഹാമിന്റെ സാക്രിഫൈസ് കണ്ടു. പിന്നെ ദാവീദ് പറഞ്ഞു, മോറിയ മലയിൽ എബ്രഹാം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇസഹാക്കിനെ യാഗം കഴിച്ചു. അത് മോറിയ മലയിലായിരുന്നു. ആ മോറിയ മലയിലെ അരവനയുടെ കളത്തെങ്കിലാണ് ശലോമോനെ കൊണ്ട് ദൈവം പിന്നീട് ആലയം കഴിപ്പിച്ചത്. ആ അരവനയുടെ കളവെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അവിടെ ദാവീദ് എനിക്ക് ചെലവില്ലാത്തതായിട്ട് ഒന്നും ഞാൻ ദൈവത്തിന് അർപ്പിക്കുകയില്ലെന്ന് 2 സമൂഹൽ 24 ദാവീദ് പറഞ്ഞ ദാവീദ് യാഗം കഴിച്ച് അവിടെ ആണ് പിന്നീട് ആ മോരിയമലയിൽ അരവനയുടെ കളത്തെങ്കിൽ, യെബൂസ്യരുടെ അരവനയുടെ കളത്തെങ്കിലാണ് ശലോമോൻ ആലയം പണിതതെന്ന് നമ്മൾ 2 ദിനവൃത്താന്തം 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു. ഇന്നും ദൈവം എവിടെ ആലയം പണിയുന്നത്? നമ്മൾ ജീവനുള്ള കല്ലുകളായിട്ടായി മാറണമെങ്കിൽ കർത്താവിന്റെ പണിയില്, കർത്താവിന്റെ ഈ കെട്ടിടത്തില്, കർത്താവ് ഒരു ആലപ്പുഴയിലും കായംകുളത്തിന്റെ പ്രദേശത്തുമൊക്കെ കർത്താവ് ഒരു പണി, ഒരു ആത്മീകമായ ഒരു ഗൃഹനിർമ്മാണം, ഒരു ബിൽഡിംഗ് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോ കർത്താവിന് ജീവനുള്ള കല്ലുകളെ വേണം അതിന് ഉപയോഗിക്കാനായിട്ട്, അതിന് ചേർത്ത് പണിയാനായിട്ട്. അപ്പോ നമ്മള് ഒരു ശുഷ്കിച്ച ജീവനുമായിട്ട് ഇരിക്കാനല്ല. ശരിയാണ്, രക്ഷിക്കപ്പെട്ടവരായ നമുക്ക് എല്ലാവർക്കും ഒരളവിലല്ലെങ്കിൽ മറ്റൊരളവിൽ ചെറിയൊരു ജീവനുണ്ട്. എന്നാൽ കർത്താവ് ഈ മരണത്തിന്റെ, സ്വയജീവന്റെ, സ്വന്തം ഇഷ്ടത്തിന്റെ മരണത്തിന്റെ വഴിയിലൂടെ പോയി സമൃദ്ധമായ ഒരു ജീവൻ പ്രാപിച്ച് കർത്താവെ അവിടുത്തെ ആലയമായിട്ട് പണിയപ്പെടണം. അതിനായിട്ട് ഞാൻ എന്നതിനെ ഏൽപ്പിക്കുന്നു. ഇന്ന് നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സറണ്ടർ. നമ്മള് ശലോമോൻ അതുപോലെ ഈ 2 ദിനവൃത്താന്തം 3:1 നമ്മളത് വായിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ശലോമോൻ അതെല്ലാം സമർപ്പിച്ച്, ശലോമോന്റെ ആദ്യത്തെ സമയത്ത് ശലോമോൻ അത്ര സമർപ്പണമുള്ളവനായിരുന്നു, പിന്നീട് വഴിതെറ്റി പോയത്. അപ്പം അതുപോലെ ശലോമോൻ എല്ലാം പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും 2 ദിനവൃത്താന്തം 5:14 എല്ലാവരും കൂടെ വാഴ്ത്തുമ്പോൾ, നമ്മൾ എല്ലാവരും കൂടെ സ്തുതിക്കുമ്പോൾ, ഞാനത് എടുക്കാൻ സമയത്ത് ഞാൻ 2 റെഫറൻസ് ഒന്ന് പറയുമോ. 2 ദിനവൃത്താന്തം 5:14 ആർക്ക് ഓഫ് ദ കവനന്റ്, ആ പെട്ടകം ആലയത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ എല്ലാവരും കൂടെ വാഴ്ത്തി സ്തുതിച്ചപ്പോൾ 2 ദിനവൃത്താന്തം 5 അവസാനത്തെ വാക്യത്തിൽ അവിടെ മേഘം വന്ന് നിറഞ്ഞു, ദൈവത്തിന്റെ സാന്നിധ്യം വന്ന് നിറഞ്ഞു. പിന്നീട് 2 ദിനവൃത്താന്തം അത് കഴിഞ്ഞിട്ട് 6 അധ്യായത്തില് ശലോമോന്റെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് 2 ദിനവൃത്താന്തം 7:1 ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്ത് തീ ഇറങ്ങി ഹോമയാഗവും ഹനനയാഗവും ദഹിപ്പിച്ച യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു. യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരിക്കുകയുണ്ട്. പുരോഹിതന്മാർക്ക് യഹോവയുടെ ആലയത്തിൽ കടക്കുവാൻ കഴിഞ്ഞില്ല എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. ഇന്നും നമ്മൾ ഒരു ജീവനുള്ള കല്ലുകളാകാൻ വേണ്ടി നമ്മളെ തന്നെ ദൈവമുമ്പാകെ താഴ്ത്തി, കർത്താവേ എനിക്കിനി എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട. ചിലരോട് നമുക്ക് ക്ഷമിക്കാൻ പ്രയാസം കാണും, ചിലരോട് നമുക്ക് ഒത്തുപോകാൻ പ്രയാസം കാണും, ചിലരോട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അസൂയയോ കുശുമ്പോ അല്ലെങ്കിൽ ഒരു കയ്പോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അശുദ്ധിയോ കാര്യങ്ങളോ എന്താ നമ്മുടെ ജീവിതത്തിൽ യേശുവിന് പ്രസാദകരമല്ലാത്തതായിട്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്താ ഉള്ളേ? കർത്താവിനോട് അടുത്ത് വരാൻ നമ്മളെ തടസ്സപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കർത്താവിനോട് ഇപ്പം തന്നെ നമുക്ക് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച്, കർത്താവേ ഞാൻ പാപിയാണ്, കർത്താവ് ഇന്ന കുറവുകൾ എൻ്റെ ജീവിതത്തിലുണ്ട്, എൻ്റെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും ഇന്ന വീഴ്ചകളുണ്ട്, ഞാനത് ഏറ്റു പറയുന്നു, അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണം. കർത്താവ് എൻ്റെ ഇഷ്ടത്തിനായിട്ട് ഞാൻ ഇനി ജീവിക്കത്തില്ല. കർത്താവ് എൻ്റെ ഇഷ്ടം എന്നെ തന്നെ ഒരു 0 ആയിട്ട് ഞാൻ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുവാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറഞ്ഞ് നമ്മൾ സമൃദ്ധമായ ജീവനുള്ള കല്ലുകളായിട്ട് മാറും. അവിടെ ആലയത്തില് ദൈവത്തിന്റെ തേജസ് നിറഞ്ഞതുപോലെ നമ്മളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയം, അവിടെ ദൈവത്തിന്റെ തേജസ് നിറയുമ്പോൾ, അങ്ങനെ നമ്മളെ ജീവകല്ലുകളായിട്ട് ഒരുമിച്ച് നിറയപ്പെടുമ്പോൾ ഈ കർത്താവിന്റെ സഭയിൽ ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ സാന്നിധ്യം പൂർവാധിക ശക്തിയോടെ, the glory of the latter house would be greater than the former. ഹഗായി 2:9 എന്താ പറയുന്നേ? ആലയത്തിന് പിന്നത്തേതിലെ മഹത്വം. നമ്മൾ അവിടെ 6-8 വഴിയില് അവിടെ ഒരു അവിടെ നമ്മളൊരു ഹോളിൽ ഉണ്ടായിരുന്നു. ഇവിടെ ഈ ആലയത്തിന് പിന്നത്തേതിലെ മഹത്വം മുന്നത്തേതിലേക്കാട്ടിലും അധികമായിരിക്കും. അത് തീർച്ചയായിട്ടും ദൈവത്തിന്റെ വചനപ്രകാരം ഹഗായി 2:9 പ്രകാരം അത് പൂർവാധിക മഹത്വത്തോടെ, പൂർവാധിക തേജസ്സോടെ, ജീവന്റെ സമൃദ്ധിയോടെ നാം ഇവിടെ കർത്താവിന് മുമ്പാകെ ജീവക്കല്ലുകളായിട്ട്, സമൃദ്ധമായ ജീവനുള്ള കല്ലുകളായിരിക്കാൻ കർത്താവിന് യഥേഷ്ടം ഏത് സ്ഥലത്ത് വേണമെങ്കിലും ചേർത്ത് പണിയാനായിട്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യട്ടെ. ആമീൻ.